ഹലോ ഗൈസ്, അങ്ങനെ ചിങ്ങമാസം 1-ാം തീയതിയുമായി അങ്ങനെ ചിങ്ങം പുലർന്നിരിക്കുകയാണല്ലേ. അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും നല്ലൊരു വർഷമാവട്ടെ. അപ്പോൾ ഇന്ന് ചിത്തിരയാണല്ലോ അല്ലേ. അപ്പോൾ ഞാൻ വിളക്കെത്തിച്ചതിന് ശേഷം വേഗം പൂവിടാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇന്ന് മക്കൾക്ക് സ്കൂളുണ്ട്. ഇന്നലെ അത്തത്തിൻ്റെ അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഇന്നലെ ഇച്ചുമായിരുന്നു. പെട്ടെന്ന് പൂവൊക്കെ ഇട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പൂ പറിച്ചു കൊണ്ടുവന്ന് അവൻ ഒറ്റയ്ക്ക് പൂവിട്ട് എനിക്ക് ഭയങ്കര അതിശയം തോന്നി. എനിക്ക് ഇങ്ങനെയൊക്കെ പൂവിടാൻ അറിയുമോ എന്നൊക്കെ ഞാൻ ചോദിക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് സ്കൂളിലുള്ളതുകൊണ്ട് തന്നെ അവൻ വലിയ മുൻകൈ എടുത്തിട്ടില്ല. അങ്ങനെ ഇച്ചു പൂവിട്ടുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കേണ്ട ഞാൻ അറിഞ്ഞിട്ടുണ്ടായിട്ടില്ല. അവൻ പെട്ടെന്ന് അങ്ങ് ഇങ്ങോട്ടും പോയിട്ട് ഓടി വന്ന് ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ അവൻ പൂവൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അത്തത്തിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ എന്തായാലും ഇന്ന് എടുക്കാം. അങ്ങനെ മക്കളെയൊക്കെ സ്കൂളിൽ വിട്ടു, പൂവൊക്കെ ഇട്ട് അതിനുശേഷം ഞാനും ദിനീഷേട്ടനും കൂടി കൂട്ടാളി താറ്റോട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയേട്ടോ. ഞാൻ അന്നേ പറഞ്ഞായിരുന്നു ചിങ്ങത്തിന് നമുക്ക് അമ്പലത്തിൽ പോകണമെന്ന്. കുറേ അങ്ങെല്ലാം അവിടെ ഈസാറിലും പിന്നെ ഹൈദരാബാദ് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നിന്നതുകൊണ്ട് തന്നെ ചിങ്ങമാസമെല്ലാം നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ അവിടെ നിന്ന് ആ ഒരു ചിങ്ങം നമ്മുടെ മലയാള മാസം. അപ്പോൾ ഞാൻ ഹിന്ദിക്കാരോടൊക്കെ ഇങ്ങനെ പറയും ഇന്ന് ചിങ്ങം എന്നാണ്, നമ്മുടെ മലയാളികളെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അവരിങ്ങനെ നോക്കും. അപ്പോൾ കാരണം അവർക്കും ഉണ്ട് അങ്ങനെയല്ലോ, വിഷുവിൻ്റെ അന്ന് 1-ാം തീയതി അവർ ഒരു ഒന്നാം വർഷം എന്നെല്ലാം പറയുന്നത് നമ്മുടെ ഏപ്രിൽ 14 അങ്ങനെയുള്ള ഉണ്ട് ആന്ധ്രക്കാർക്കൊക്കെ. അതുപോലെ തന്നെ ഞങ്ങൾക്കും ഉണ്ടെന്നൊക്കെ ഞങ്ങളിങ്ങനെ പറയുമല്ലോ. അപ്പോൾ ശരിക്കും ഇങ്ങനെ ഈ സമയത്ത് നാട്ടിൽ ഇതാദ്യമായിട്ടാണ് ചിങ്ങം ഇങ്ങനെ അമ്പലത്തിൽ പോകാൻ പറ്റുക. അതെല്ലാം നല്ല കാര്യം, ഞാൻ പണ്ടേ വിചാരിക്കുന്ന കാര്യമാണ്. അപ്പം ഈ വർഷം അത് നടന്ന് ഭയങ്കര സന്തോഷമായി. അപ്പം വിനീഷേട്ടൻ ഞാനും കൂടി ഞാൻ ഉള്ളിൽ പോയി നെയ്വിളക്കൊക്കെ കഴിപ്പിച്ചു. പിന്നെ പുഷ്പാഞ്ജലി കഴിപ്പിച്ചു കേട്ടോ. പുഷ്പാഞ്ജലി കഴിപ്പിച്ചു. ഇവിടെയാണെങ്കിൽ നല്ല ഉള്ളിൽ നിന്ന് നല്ല ത്രിമധുരം കിട്ടിയായിരുന്നു. കൃഷ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാൽപ്പായസം ത്രിമധുരം ആണല്ലോ. പാൽപ്പായസം നേർന്നപ്പം ലേറ്റാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇവിടുത്തെ കുളം നല്ല അടിപൊളി കുളമാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ വഴുക്കുന്നതുകൊണ്ട് തന്നെ അങ്ങോട്ട് ആരും വിടുന്നില്ല. ഞാൻ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് ഇതിന് മുന്നേ. ഞാൻ കുറേ ആയി ഇങ്ങോട്ട് വന്നിട്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അമ്പലമെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ